ഗുഡ് ഈവനിങ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മൊത്തം 6 സീരീസ് ചെയ്തു. ഇത് 7ാമത്തെ സീരീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രൈസ് ആക്ഷനിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപ്ഷനിൽ കണ്ടപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം. ഈ വീഡിയോയ്ക്ക് വലിയ പ്രൊഫഷണലിസം ഒന്നും കാണത്തില്ല. പക്ഷെങ്കിൽ ഒരു കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അല്ലാതെ ഇതിനകത്തിൽ തിയറട്ടിക്കലായിട്ട് വേണമെങ്കിൽ പലർക്കും ഇതിനെ ഖണ്ഡിക്കാം. ഓക്കെ, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയാം. പക്ഷെങ്കിൽ ഞാൻ ഇതിനകത്തിൽ പറഞ്ഞു വെച്ചേക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധാരണ മനസ്സിലാക്കാം. ഇത് റോക്കറ്റ് സയൻസ് പോലെ വലിയ സംഭവങ്ങളൊന്നും പറയാതെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു, മാർക്കറ്റ് ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സുഹൃത്ത് നിങ്ങളുടെ അടുത്തിരുന്ന് എങ്ങനെയാണോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് ചിലപ്പം ഈ തിയറട്ടിക്കലായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പല പോരായ്മകളും കാണുമായിരിക്കാം, പലർക്കും പലതും ചൂണ്ടിക്കാണിക്കാൻ കാണും. പക്ഷെങ്കിൽ ഒരു കോമൺ മാൻ, ഒരു സാധാരണ ഒരു ബിഗിനറിന് മാർക്കറ്റിൽ പുതുതായിട്ട് വന്ന ഒരാൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാം എന്ന് ഞാനത് എങ്ങനെ അവർക്ക് മനസ്സിലാക്കി തരാം എന്ന് ഉൾക്കൊണ്ട് നിങ്ങളോടിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കേട്ടും കണ്ടും മനസ്സിലാക്കുക. ഓക്കെ, അത് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ സംഭവം ഇന്നതാണ് എന്ന് മനസ്സിലാക്കണം. ആ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസും ഉണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഇതിനോടനുബന്ധിച്ചുള്ള വേറെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഷോർട്ട് കവറിങ് എന്നും ലോങ് അൺവൈൻഡിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം അതൊക്കെ നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓപ്പൺ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ഒരു ഷോർട്ട് കവറിങ് നടക്കുമോ അല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ് നടക്കുമോ എന്നൊക്കെ നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഗതി എങ്ങോട്ടാണെന്നുള്ള ഒരു ഏകദേശ രൂപം കിട്ടും. ഇവിടെയും ഞാൻ പറയുന്നു, ഇത് 100% സക്സസ് ഉള്ളൊരു സംഭവമല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്ത് ട്രേഡ് എടുക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് സ്ട്രാറ്റജി ആയാലും ഏത് ഇൻഡിക്കേറ്റർ ആയാലും അതിന് ഒരിക്കലും 100% വിന്നിങ് സ്ട്രാറ്റജി ആയിരിക്കത്തില്ല അത്. അല്ലെങ്കിൽ ഒരു വിന്നിങ് ചാൻസ് 100% ഒരു സ്ട്രാറ്റജിക്കും ഒരു പാറ്റേൺസിനും ഒന്നിനും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 to 60% മാത്രമേ നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചുള്ള കാൽക്കുലേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡുകൾ സക്സസ് റേഷ്യോകൾ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോൾ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വലിയ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ എത്ര വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ മൊമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ അതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ വിന്നിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 to 60, 65, 70% മാത്രമേ ഇതിൻ്റെ വിന്നിങ് റേഷ്യോ ഉള്ളൂ. പക്ഷേ നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം ഞാൻ നിങ്ങളെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സംഭവങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ തുറന്നു വച്ചിരിക്കുന്നത് നമ്മുടെ പേടിഎമ്മിൻ്റെ ആപ്പ്. അതാണ് എനിക്ക് ഒന്നുകൂടെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ആപ്പ്. മീൻസ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിഎമ്മിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങൾ കാണുന്നത് പേടിഎം പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇൻ്റർഫേസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്തിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഇതിനകത്തിൽ എല്ലാം നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്, ഫിൻ നിഫ്റ്റി ഉണ്ട്, മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ട്, ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയ നെക്സ്റ്റ് 50 എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിലാണ് സംഭവം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തിലോട്ട് കടന്നു വരാം. ഈ മാർക്കറ്റ് നമുക്ക് ആദ്യം മാർക്കറ്റിലോട്ടൊന്ന് പോയിട്ട് വരാം. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 12,958 58 60 റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന്
ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ പോസ്റ്റ് മാർക്കറ്റിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, അത് നമ്മുടെ വീക്കിനനുസരിച്ച് നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 12,960 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഗതിവിഗതികൾ, അതായത് എങ്ങോട്ട് മാർക്കറ്റ് പോകും, എവിടം വരെ മാർക്കറ്റ് പോയാൽ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ താഴോട്ട് വീണാൽ എവിടം വരെ വന്ന് സപ്പോർട്ട് എടുക്കും എന്നുള്ളത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ നമ്പേഴ്സ് നോക്കി അല്ലെങ്കിൽ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനിയും ഓപ്പൺ ഇൻട്രസ്റ്റിലോട്ട് ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, ഇതിനകത്തിൽ 2 ടാബുണ്ട്. ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസും ഉണ്ട്, രണ്ടാമത്തേത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് കഴിഞ്ഞാൽ നിലവിൽ ഉള്ള കോൺട്രാക്റ്റുകൾ, പുട്ട് സൈഡിലും കോൾ സൈഡിലും നിലവിലുള്ള കോൺട്രാക്റ്റുകളുടെ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അല്ലെ ആ മണിക്കൂറിൽ അല്ലെ ആ മിനിറ്റുകളിൽ എത്ര കോൺട്രാക്റ്റ് അഡീഷനായിട്ട് അവിടെ വന്നു, പുട്ടിനോട് കൂടെ എത്ര അഡീഷൻസ് വന്നു, അല്ലെങ്കിൽ കോളിനോട് കൂടെ എത്ര അഡീഷൻസ് വന്നു, അല്ലെങ്കിൽ എത്ര അവിടെ കുറവ് വന്നു, എത്ര ആൾക്കാർ അവിടെ നിന്ന് എക്സിറ്റായി എന്നുള്ളത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചേഞ്ചസ് വെച്ച് നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളെപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഒരു ഓപ്ഷൻ സെല്ലറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എപ്പോഴും ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഫിഗർ ചെക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരിക്കലും മറന്നുപോലെ, ഒരിക്കലും ബയറുടെ കൺസെപ്റ്റ് അല്ല, ബയറുടെ പെർസെപ്ഷനിലല്ല നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കാണുന്നത്. നമ്മൾ എപ്പോഴും ഒരു സെല്ലർ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിനെ നോക്കി കാണുന്നത്. അപ്പം ഈ സെല്ലർ പെർസ്പെക്റ്റീവിലാവുമ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാണുന്ന ഇടത്ത് സൈഡിൽ കാണുന്നതെല്ലാം പുട്ട് സൈഡും റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം കോൾ സൈഡും ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുട്ടും റൈറ്റ് സൈഡിൽ കാണുന്നത് കോളും. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, അപ്പം ഈ കാണുന്നത് അതായത് നമ്മളിപ്പം സെല്ലറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് അവിടെ കോൾ സെല്ല് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് കോളിന് റെഡ് ഫിഗർ കൊടുത്തേക്കുന്നത്, റെഡ് കളർ കൊടുത്തേക്കുന്നത്. പുട്ടും സെല്ല് ചെയ്യുകയാണ്, സെല്ലറല്ലേ. പുട്ട് സെല്ല് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു ബൈ ആണ് നടക്കുന്നത് ഇല്ലേ. പുട്ട് സെല്ല് ചെയ്യുമ്പോൾ അവിടെ ബൈ നടക്കുന്നു, കോള് സെല്ല് ചെയ്യുമ്പം കോളാണ് അവിടെ സെല്ല് ചെയ്യുമ്പം അവിടെ ഒരു സെല്ല് നടക്കുന്നു. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മുടെ സെല്ലറിൻ്റെ രീതിയിൽ നമ്മൾ നോക്കും. ബൈ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ആകുമ്പം ഈ സൈഡ് പുട്ടും ഈ സൈഡ് കോളും. ഓക്കെ, ഈ പറയുന്ന നമുക്കിനി മാർക്കറ്റിൽ നിന്നും പോവാം. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് 12,960 റേഞ്ചിലാണ് അല്ലേ. 12,960 റേഞ്ച്. 12,950 നമ്മുടെ ATM എത്ര ആയിരിക്കും സ്ട്രൈക്ക്? 12,950 ഇല്ലേ. ശരിയല്ലേ? നോക്കുകയെ 12,958 60 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ATM സ്ട്രൈക്ക് എന്ന് പറയുന്നത് 12,950. ഓക്കെ, ഇപ്പോൾ 12,950 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ രണ്ടുപേരും തുല്യ ശക്തികളാണ് അല്ലേ. ഇവിടെ കോളും പുട്ടും ഒരേപോലെ റൈറ്റ് ചെയ്തേക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. എന്നാൽ ഇവിടെ മേൽക്കോയ്മ കുറച്ച് പുട്ടിനാണ്, ശകലം പുട്ട് കൂടി നിൽക്കുക. അതായത് ഇവിടെ കോൺട്രാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 9,72,850 കോൺട്രാക്റ്റ് പുട്ട് സൈഡിലും കോൾ സൈഡിൽ 9,14,000. ഇത് 9,72,000 ഇല്ലേ. പുട്ട് സൈഡിൽ 9,72,000 കോൺട്രാക്റ്റും കോൾ സൈഡിൽ 9,14,000 കോൺട്രാക്റ്റുമാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചെറിയൊരു മേൽക്കോയ്മ എന്തിനാണ്? പുട്ട് സൈഡിനാണ്. അതായത് മാർക്കറ്റ് ഈ 12,950 താഴോട്ട് പോകത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആൾക്കാർ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ഇവിടെ കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഒന്നുകൂടെ ഞാൻ പറയാം. 12,950 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ATM സ്ട്രൈക്ക് 12,950. ഓക്കെ, 12,950 രണ്ടുപേരും ബലാബലമാണ്. രണ്ട് കൂട്ടരുണ്ടല്ലോ, ഒന്ന് കോള് സെല്ല് ചെയ്യുന്നവരും ഒന്ന് പുട്ട് സെല്ല് ചെയ്യുന്നവരും. കോള് സെല്ല് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്തുവാ? മാർക്കറ്റ് 950 മേലോട്ട് പോകത്തില്ല, 12,950 താഴോട്ട് തന്നെ പോകത്തുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടെ കോള് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, കോള് സെല്ല് ചെയ്യുന്നു. അതേസമയം പുട്ടുകാരെന്താ വിചാരിക്കുന്നത്? മാർക്കറ്റ് 12,950 താഴോട്ട് പോകത്തില്ല. മനസ്സിലായോ? 12,950
താഴോട്ട് പോകത്തില്ല. ഹോൾസെയിലുകാർ എന്താ വിചാരിക്കുന്നത്? 12,950 മേലോട്ട് പോകത്തില്ല എന്ന്, ഇല്ലേ? 12,950 13,000 മേലോട്ട് അങ്ങോട്ട് പോകത്തില്ല എന്ന് ഹോൾസെയിലുകാർ വിചാരിക്കുമ്പം പുട്ടുകാരെന്താ വിചാരിക്കുന്നത്? 12,950 താഴോട്ട് മാർക്കറ്റ് ഒരു കാരണവശാലും പോകത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ അവരെന്ത് ചെയ്യും? അവിടെ പുട്ട് ആഡ് ചെയ്യുന്നു. അതായത് മാർക്കറ്റ് മേലോട്ട് പോകും. ഇപ്പം നിലവിൽ ഇവിടെ പുട്ട് സൈഡേഴ്സാണ് കൂടുതൽ. അതിനർത്ഥം എന്താണ്? പുട്ട് റൈറ്റേഴ്സ് ഇവിടെ കൂടിയപ്പോൾ എന്താ അതിനർത്ഥം മനസ്സിലാക്കുന്നത്? മാർക്കറ്റ് താഴോട്ട് പോകത്തില്ല, മുകളിലോട്ട് തന്നെ പോകും. പക്ഷെങ്കിൽ അതുപോലെ തന്നെ ബലാബലം തുല്യ കറക്റ്റ് അല്ലെങ്കിലും ചെറിയ ഡിഫറൻസിൽ അവിടെ കോൾ സെല്ലേഴ്സും റൈറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എന്തുവാ? 12,950 മേലോട്ട് പോകത്തില്ല, അതിന് താഴോട്ടേ പോകത്തുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിൽ അവരെന്ത് ചെയ്തേക്കുന്നു? ഇവിടെ കോള് റൈറ്റ് ചെയ്തേക്കുന്നു. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്കിതിൻ്റെ തിയറി നോക്കാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഇതിന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇനി അടുത്ത സ്ട്രൈക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് 12,970. നമുക്ക് 25 സ്ട്രൈക്ക് ഇടവിട്ടാണ് നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ. അപ്പം ഈ കൂടുതലും നമുക്ക് കൂടുതൽ റൈറ്റിംഗ് വരുന്നത് ഒരു റൗണ്ട് ഫിഗറിലായിരിക്കും. അതായത് 950 ഇടവിട്ടോ അല്ലെങ്കിൽ 100ൻ്റെ സ്ട്രൈക്കുകളിലായിരിക്കും കൂടുതൽ റൈറ്റിങ്സ് കാണുന്നത്. കാരണം ലിക്വിഡിറ്റി അവിടെ ആയിരിക്കും കൂടുതൽ. ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റുകൾ റൈറ്റ് ചെയ്യുന്നതും ലിക്വിഡിറ്റി വ്യാപാരം നടക്കുന്നത് ആ സ്ട്രൈക്കുകളിലായിരിക്കും. ചെറിയ സ്ട്രൈക്കുകളിൽ അവിടെ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ലിക്വിഡിറ്റി കുറവാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ പ്രീമിയത്തിന് അത്ര സ്ട്രെങ്ത് ഉണ്ടാകത്തില്ല. പ്രീമിയം ഹൈക്ക് ചെയ്യാനുള്ള പാട് വരും. അതുകൊണ്ടാണ് നിങ്ങൾ ചില സമയങ്ങളിൽ ചില പ്രീമിയം ചില ഇൻ ദ മണിയേക്കാളും പെട്ടെന്ന് ഔട്ട് ഓഫ് ദ മണി പെട്ടെന്ന് കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും കാര്യം ഇതാണ്, ലിക്വിഡിറ്റിയാണ്. അവിടെ വ്യാപാരം പിന്നെ വാങ്ങലും വിൽക്കലിൻ്റെയും തോത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി 13,000 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13,000 സ്ട്രോങ് റൈറ്റിംഗ് ആണ് കേട്ടോ. സ്ട്രോങ് കോൾ സെല്ല് ചെയ്തേക്കുക. അതായത് ഇവിടെ നമ്മൾ നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ 12,04,000 ഉള്ളൂ പുട്ട് റൈറ്റേഴ്സ്. പക്ഷെങ്കിൽ കോൾ റൈറ്റേഴ്സ് നോക്കുവാണെങ്കിൽ 23 ലക്ഷം. അതായത് പുട്ടിനേക്കാൾ ഇരട്ടിയാണ് ഇവിടെ എന്ത് സംഭവിച്ചേക്കുന്നത്? കോള് റൈറ്റ് ചെയ്തേക്കുന്നത്. അതിനർത്ഥം 13,000 മേളിലോട്ട് മാർക്കറ്റ് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല. അതായത് 13,000 ആയിരിക്കും നമ്മുടെ ടേണിംഗ് പോയിൻ്റ്. 13,000 മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവിടെ ഹ്യൂജ് കോൾ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാർക്കറ്റ് പോയാലും 13,000 വരെ പോകത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. കാരണം അവിടെ ഹ്യൂജ് റൈറ്റിംഗ് ഉണ്ട്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് 13,25 റൈറ്റ് ചെയ്തിട്ടുണ്ട്, 13,050 റൈറ്റ് ചെയ്തിട്ടുണ്ട്, 13,75 ഇവിടെ എല്ലാം കോൾ റൈറ്റിംഗാണ് കൂടുതൽ, ഇല്ലേ? ഈ റെഡാണ് കൂടുതൽ. അതിനർത്ഥം കോൾ റൈറ്റിംഗ് ആണ് അവിടെ കൂടുതൽ. ഇപ്പോൾ 13,100 നോക്കി ഹ്യൂജ് സെല്ലിങ്. അപ്പം അവിടോട്ടൊന്നും മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് താഴോട്ട് 13,000 താഴോട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് എന്ന് നമുക്കിവിടെ മനസ്സിലാകും. ഓക്കെ, ഇത് മാറി മറിയാം. അതിൻ്റെ കഥ ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഐഡിയ പിടികിട്ടിയല്ലോ. ഈ കോൾ റൈറ്റിങ്ങിൻ്റെ പുട്ട് റൈറ്റിങ്ങിൻ്റെ ഒരു ഐഡിയ നമുക്ക് പിടികിട്ടി, ഇല്ലേ? അതായത് 13,000 ശക്തമായ കോൾ റൈറ്റിംഗ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് അതിന് മേലോട്ട് പോകത്തില്ല. പിന്നെ 12,975 ശക്തമായ കോൾ റൈറ്റിംഗ് ഉണ്ട്. അപ്പോഴും മാർക്കറ്റ് അതിന് മേലോട്ട് പോകാൻ സാധ്യത കുറവാണ്. അതിനിപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ 12,950 ATM, അവിടെയും കോൾ റൈറ്റിംഗ് ഉണ്ട്. എങ്കിൽ തന്നെയും അവിടെ മേൽക്കോയ്മ ചെറിയ രീതിയിൽ പുട്ട് റൈറ്റിനാണ് മേൽക്കോയ്മ ഉള്ളത്. അതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂസ്ഡ് ഏരിയ, ഇല്ലേ? ബലാബലം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 50 പോയിൻറ്റിന് റേഞ്ച്, അതായത് 13,000 മേലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത ഇല്ല. ഇത് എപ്പോഴത്തെ സിനാരിയോയാണ്? വെള്ളിയാഴ്ച വൈകിട്ട് 3:30 സിനാരിയോയാണ് നമ്മൾ ഈ കാണുന്നത്. നാളെ തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം മറിയാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ, ലൈവ് മാർക്കറ്റിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കൊണ്ട് പ്രയോജനമുള്ളൂ. ആ കാര്യം നമ്മൾ മറന്നുപോകില്ല. അത് മാത്രമല്ല, എക്സ്പയറി ഡേയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എക്സ്പയറി ഡേയിൽ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വോളറ്റാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതായത് റൈറ്റിങ്സ് രണ്ട് സൈഡിലും കണ്ടമാനം പെട്ടെന്ന് റൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണേലും ഓപ്പൺ ഇൻട്രസ്റ്റ് മറിയാം. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ എക്സ്പയറി ഡേയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് സാധാരണഗതിയിൽ ട്രേഡ് ചെയ്യാറില്ല. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്ത് ഒരു ട്രസ്റ്റ് നമുക്ക് കൊടുക്കാം, വിശ്വാസം നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നോക്കാം ഒരു ഐഡിയയ്ക്ക് വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് പുട്ട് സൈഡിലോട്ട് കഴിഞ്ഞാൽ പുട്ട് സൈഡിൽ 12,900
12,950 ATMൽ ഒരു ചെറിയ മേൽക്കോയ്മയുണ്ട് എങ്കിൽ തന്നെയും 12,925, 12,900 50 പോയിന്റിന് പുറകോട്ട് 12,900ലും ശക്തമായ പുട്ട് റേറ്റിംഗ് ഉണ്ട് ഇല്ല കണ്ടോ. അതായത് 12,900 താഴോട്ട് ഒരു കാരണവശാലും മാർക്കറ്റ് പോകത്തില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ കോൾ റേറ്റിംഗ് വളരെ കുറവാണ് ഇല്ലേ. 4,50,000 ഉള്ളൂ. പക്ഷേങ്കിൽ പുട്ട് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ലക്ഷം. അതായത് ഏകദേശം 3 ഇരട്ടി കോളിനേക്കാളും 3 ഇരട്ടി പുട്ടാണ് അവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാണ്? 12,900 താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യം വളരെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ പിടികിട്ടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിലോട്ട് വരാം. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് ഇതാണ് സംഭവം. ഓക്കെ, ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, നിലവിലുള്ള സിനാരിയായി കാണുന്നത്. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് ഈ അടുത്ത മൊമെൻറ്റിൽ അല്ല ഈ നിമിഷത്തിൽ അല്ല ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴുമാണ് NSEയിൽ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ 3 മിനിറ്റ്സിലുമാണ്. അപ്പോൾ ഓരോ 3 മിനിറ്റ്സിലും എത്ര കോൺട്രാക്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, എത്ര കോൺട്രാക്റ്റ് എക്സിറ്റ് ആകുന്നുണ്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിനകത്ത് പോകണം. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും. അഡീഷൻസ് കണ്ടോ, ഇവിടെ 12,950 നമ്മൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൽ കണ്ടത് 12,950 ചെറിയ മേൽക്കോയ്മ, ശരിയല്ലേ? 950 പുട്ടുകാർക്കാണ് ചെറിയ മേൽക്കോയ്മ, കോളുകാർ ചെറിയ കുറവുണ്ട്. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മേൽക്കോയ്മ ആർക്കാ? ഇവിടെ മേൽക്കോയ്മ കോളുകാർക്കാണ്. കാരണം ഇവിടെ എക്സ്ട്രാ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടതിനേക്കാളും അഡീഷനായിട്ട് ഇവിടെ ഇത്രയും കോൺട്രാക്റ്റ് കൂടെ അവിടെ ആഡ് ചെയ്യപ്പെട്ടു. അതായത് കോള് 8,12,750 കോൺട്രാക്റ്റ് അവിടെ എക്സ്ട്രാ ആഡ് ചെയ്തു. അതേസമയം പുട്ടിലാണെന്നുണ്ടെങ്കിൽ 6,58,000 മാത്രമേ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ സെല്ലർ കോൾ സൈഡിലുള്ള സെല്ലർ എന്താ വിചാരിക്കുന്നത്? മാർക്കറ്റ് വീണ്ടും താഴോട്ട് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണക്ക് കൂട്ടി അവർ വീണ്ടും ഇവിടെ ഇത്രയും കോൺട്രാക്റ്റ് അവിടെ ആഡ് ചെയ്തു. ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുന്നതിൻ്റെ കൂടെ ഇത്രയും കൂടെ അവരെന്ത് ചെയ്തു? അവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവം എന്തുവാ? ഇവിടെ രണ്ട് സിനാരിയോയാണ്. ഇവിടെ നോക്കുമ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പം പുട്ട് സൈഡ് റൈറ്റിങ് കൂടുതലും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് നോക്കുമ്പോഴും കോൾ റേറ്റിംഗ് കൂടുതലാണ്. ഇവിടെ സംഗതി പെശക. കാരണം എന്താ? രണ്ടും 2 ഡയറക്ഷനാണ്. നമുക്ക് എന്താ വേണ്ടത്? രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, അതായത് ഇപ്പം ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടത് ഇവിടെ ഈ പുട്ട് സൈഡിൽ റൈറ്റിംഗ് കൂടുതലാണ്, ശരിയല്ലേ? ഈ പുട്ട് സൈഡിൽ റൈറ്റിംഗ് കൂടുതൽ തന്നെ ഇവിടെയും പുട്ട് സൈഡാണ്. ഈ പുട്ട് സൈഡിനാണ് മേൽക്കോയ്മയെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഡബിൾ കൺഫേം ചെയ്യാം. മാർക്കറ്റ് എന്ത് ചെയ്യും? 12,950 താഴോട്ട് പോകത്തില്ല, 12,950 മുകളിലോട്ട് തന്നെ പോകുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്, ഇല്ലേ? ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ പുട്ട് റേറ്റിങ്ങും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൻ്റെ പുട്ട് റേറ്റിങ്ങും രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടും പിന്നെ മേലോട്ട് കയറി നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റ് 12,950 താഴോട്ട് പോകത്തില്ല നമുക്ക് ഉറപ്പിക്കാം. പക്ഷെങ്കിൽ ഇവിടുത്തെ സിനാരിയോ വേറെയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൽ പുട്ട് റേറ്റിംഗ് കൂടുതലും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൽ കോൾ റേറ്റിംഗ് കൂടുതലുമാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് രണ്ടും ഒരു ഡയറക്ഷനിലോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എവിടെയാണോ കോൺട്രാക്ട് അഡീഷൻസ് കൂടുന്നത് ആ സൈഡിലോട്ട് നമ്മൾ ഒരു ട്രേഡ് നോക്കും. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് 13,000 നോക്കാം. 13,000 കോൾ സൈഡ്, ഓപ്പൺ ഇൻട്രസ്റ്റിൽ 13,000 കോൾ സൈഡാണ് കൂടുതൽ, അല്ലേ? ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് നോക്കാം. കണ്ടോ, 13,000 കോൾ സൈഡ്. കാരണം 13,000 മേലോട്ട് മാർക്കറ്റ് പോകത്തില്ല, 13,000 താഴെ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ. അതിനുശേഷം ഈ ഗ്രീൻ കണ്ടോ, ഈ ഗ്രീൻ താഴോട്ടാണ് വന്നിരിക്കുന്നത്, നെഗറ്റീവാണ്. അതിനർത്ഥം ഇവിടെ നേരത്തെ ഇതുപോലെ പുട്ട് റൈറ്റ് ചെയ്തവർ ഇവിടെ എക്സിറ്റായി. ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൽ ഇവിടെ നേരത്തെ കോൺട്രാക്റ്റ് എടുത്തവരുണ്ട്, അവരെന്ത് ചെയ്തു? ഇവിടെ എക്സിറ്റായി. കാരണം ഇവർക്ക് ഇനി മാർക്കറ്റ് മേലോട്ട് കയറി പോകുന്നൊരു പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവിടെ എക്സിറ്റായി. അതാണ് ഈ താഴോട്ട് ഗ്രീൻ കാണുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ?
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കൂടി ഈ വീഡിയോ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവും. അതായത് ഇവിടെ ഈ നെഗറ്റീവ് കാണുന്നത്, ഇവിടെ ഒരു പ്രതീക്ഷയില്ല, മാർക്കറ്റ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകത്തില്ല, ഇവിടെ ശക്തമായ കോൾ സെല്ലിങ് റൈറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് ഇവിടെ ഇനി യാതൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ഇവിടെ റൈറ്റ് ചെയ്തുവരെ കിട്ടുന്ന കാശും കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, എക്സിറ്റായി അവർ അവിടെ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈഡ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ചെറിയ പ്രതീക്ഷയുണ്ട് ആൾക്കാർക്ക്, അല്ലേ? 12,975 ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അവിടെ അൺവൈൻഡിങ് നടന്നിട്ടില്ല, ചെറിയൊരു ഒരു ഉണ്ട്. എങ്കിലും മേൽക്കോയ്മ ആർക്കാ? ഈ റെഡിനാണ്. കണ്ടോ, കോൾ സെല്ലേഴ്സിനാണ് റേറ്റ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 12,950 ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൽ ഇവിടെ കോൾ സെല്ലേഴ്സിനാണ് മേൽക്കോയ്മ. ഓക്കെ, നിങ്ങൾക്കിപ്പം ഏകദേശം കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കേൾക്കുന്ന സംഭവമാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റിനകത്ത് തന്നെ കേൾക്കുന്ന സംഭവം. ഇപ്പം ഇത്ര നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു. കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻ തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം നിങ്ങളുടെ സംശയങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, അവസാന നിമിഷങ്ങളിൽ കേൾക്കുന്നൊരു സംഭവമാണ് ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ് കണ്ടു എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് തന്നെ കയറിപ്പോവും, ഇല്ലേ? അത് നമുക്ക് ഇവിടെ ഈ ആ ഒരു സിനാരിയോ നമുക്കിവിടെ കാണാം. ഇതിപ്പോൾ ലൈവ് മാർക്കറ്റാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുമായിരുന്നു. എങ്കിലും ഞാൻ ഇത് വെച്ച് നിങ്ങൾക്ക് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഷോർട്ട് കവറിങ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പം നമ്മളുടെ പ്രതീക്ഷ എന്തുവാ, ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൽ ഇവിടെ കോൾ റൈറ്റിംഗ് വളരെ കൂടുതലാണ്, ഇല്ലേ? അപ്പോൾ മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്, പൊട്ടി താഴോട്ട് വീഴും എന്നുള്ള ധാരണയാണ്. ഇവിടെ ആണെങ്കിലും ബലാബലമാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റാണ്. ഇവിടെ നാളെ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, FIAs അല്ല DIAs അല്ല വലിയ ഹൈ നെറ്റ്വർത്ത് ക്ലയൻസ് HNIs, അവരെന്താ ചെയ്യുന്നത്? അവരിപ്പോൾ നാളെ മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി മേലോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ ധാരണ എന്തുവാ, ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി നിൽക്കുക, പുട്ട് സൈഡിൽ കൂടി നിൽക്കുവാണെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൽ കോൾ സൈഡിനാണ് പ്രാതിനിധ്യം. അതുകൊണ്ട് മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴുമെന്ന് നമ്മൾ ഏറെക്കുറെ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള സിനാരിയോയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട്, ഓക്കെ, ഈ പുട്ട് റൈറ്റേഴ്സ്, ഇതിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് ആണല്ലോ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു FIA അല്ലെങ്കിൽ ഒരു DIA, അവരുടെ ഈ കോടിക്കണക്കിന് പൈസയുണ്ട്, അവരിവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബാസ്ക്കറ്റ് ഓർഡർ അങ്ങ് പ്ലേസ് ചെയ്യും എന്ന് വിചാരിച്ചു. മാർക്കറ്റിനെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. ഒരു 50 കോടിക്കോ 100 കോടിക്കോ അല്ല 250 കോടിക്കോ 300 കോടിക്കോ ഇവിടെ എന്ത് ചെയ്യും, ഒരു ബാസ്ക്കറ്റ് ഓർഡർ അങ്ങോട്ട് പ്ലേസ് ചെയ്യുമ്പം ഒരു പുട്ട് അങ്ങോട്ട് റൈറ്റ് ചെയ്യും ഇവിടെ അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് കോൺട്രാക്റ്റുകൾ റൈറ്റ് ചെയ്യപ്പെടുന്നത്. കോടിക്കണക്കിന് രൂപ ഇറക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോൺട്രാക്റ്റുകൾ റൈറ്റ് ചെയ്യുന്ന ഇവിടെ ഇപ്പോൾ 6,58,000 കോൺട്രാക്റ്റുകൾ ഓൾറെഡി ഉണ്ട്. മറ്റേ കോൾ സൈഡിൽ 8 ലക്ഷം ഉണ്ട്, 2 ലക്ഷത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു 5 ലക്ഷം കോൺട്രാക്റ്റ് അങ്ങ് റൈറ്റ് ചെയ്യുക പുട്ട് സൈഡിൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇവൻ ഷൂട്ടപ്പ് ചെയ്യും മേലോട്ട്, ഇല്ലേ? ഇത് ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പതുക്കെ മേലോട്ട് കയറാൻ തുടങ്ങും, ഇല്ലേ? മാർക്കറ്റ് പതുക്കെ കയറാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഈ റൈറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, ഹ്യൂജ് ലോസ് വരും, ശരിയല്ലേ? ഇവിടെ ഹ്യൂജ് ലോസ് വരും. അപ്പം ഇവരെന്ത് ചെയ്യും, ഒന്നുകിൽ ഇവിടുന്ന് എക്സിറ്റായി ഇവിടുന്ന് ഹയർ സ്ട്രൈക്കിലോട്ട് മാറേണ്ടി വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഓൾറെഡി ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വന്നു, ഇല്ലേ? ഇവിടെ പുട്ട് റൈറ്റിംഗ് ആണ്. ഞാനിവിടെ ഒരു 250 കോടിയുടെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തു, പുട്ട് വീണ്ടും റൈറ്റ് ചെയ്തു. റൈറ്റ് ചെയ്തപ്പം ഇവിടെ എന്ത് ചെയ്തു, 6 ലക്ഷത്തിൻ്റെ കൂടെ ഒരു 4 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷമോ 6 ലക്ഷം കോൺട്രാക്റ്റ് ഇവിടെ കൂടി ഞാനിവിടെ ബാസ്ക്കറ്റ് ഓർഡർ സെല്ല് ചെയ്തപ്പം. ഓക്കെ, അപ്പോൾ ഇതൊരു 15 ലക്ഷം ഒരു 12 ലക്ഷം ആയെന്ന് വിചാരിച്ചു. ഇവിടെ നിലവിൽ എത്ര, 8 ലക്ഷമേ ഉള്ളൂ, ഇല്ലേ? 8 ലക്ഷത്തിൽ ഇവിടെ 6 ലക്ഷം എന്നുള്ളത് 12-15 ലക്ഷം കോൺട്രാക്റ്റ് ആകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, മേലോട്ട് ഷൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുമ്പം ഇവിടെ കോള് സെല്ല് ചെയ്യുന്നവർക്ക് ഹ്യൂജ് ലോസ് വരും. മനസ്സിലായോ പറഞ്ഞേ? ഈ ഹ്യൂജ് ലോസ് മാർക്കറ്റ് ഓൾറെഡി മേലോട്ട് ഇവർ ബാസ്ക്കറ്റ് ഓർഡർ ഇട്ട് മാർക്കറ്റ് മേലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് ഇവർക്ക് ഹ്യൂജ് ലോസ് വരുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇവിടുന്ന് ഈ കോൾ റൈറ്റ് ചെയ്തേക്കുന്നത് ഇവരിവിടുന്ന് എക്സിറ്റ് ആകും. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 രൂപയ്ക്കാണ് ഇവിടെ ഒരു കോൺട്രാക്ട് റൈറ്റ് ചെയ്യുന്നത് വിചാരിച്ചു. ഞാനൊരു 10 രൂപയ്ക്കാണ് ഇവിടെ ഒരു കോൺട്രാക്ട് റൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ 10 രൂപ ഇങ്ങോട്ട് മാർക്കറ്റ് വീണ്ടും പൊട്ടുമ്പം എൻ്റെ പ്രീമിയം ഇങ്ങനെ കുറഞ്ഞ് 2 രൂപ 3 രൂപ 5 രൂപ 3 രൂപ 4 രൂപ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞ് വരും, ഇല്ലേ? പക്ഷെങ്കിൽ ഇവിടെ ഇവർ പുട്ട് സൈഡിൽ പുട്ട് റൈറ്റ് ചെയ്ത് കോൺട്രാക്റ്റ് ബാസ്ക്കറ്റ് ഓർഡർ ഇട്ട് മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ മാർക്കറ്റ് മേലോട്ട് പോകും തോറും ഈ കോള് എഴുതിയേക്കുന്ന 10 രൂപ എന്നുള്ളത് 12, 15, 18, 20, 22 എന്ന് പറഞ്ഞ് മേലോട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് ഹ്യൂജ് 10 എന്നുള്ളത് 20 ആയി കഴിയുമ്പം ഓപ്ഷൻ സെല്ലറിന് ഭയങ്കര നഷ്ടം വരും. അല്ലെങ്കിൽ ഇവർ സ്റ്റോപ്പ് ലോസ് 5 രൂപയ്ക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടെങ്കിൽ ഇവിടെ ഈ 10 രൂപ എന്നുള്ളത് 15 രൂപ അവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചു. കോൾ സെല്ലർ അല്ലേ,
ഇപ്പം മുകളിലോട്ട് പോകുമ്പം അവർക്ക് അവിടെ സെല്ല് അവർ സ്റ്റോപ്പ് ലോസ് വെക്കും. ഈ 15 ഇവിടെ നിന്ന് ഇവർ ബാസ്ക്കറ്റ് ഓർഡർ ഇവിടെ സെല്ല് ചെയ്യുമ്പം മാർക്കറ്റ് മേലോട്ട് ഷൂട്ട് ചെയ്യും. ഇത് 15 മേളിൽ പോയി കഴിയുമ്പം ഇത് സംഭവിക്കുന്നത് ഇവിടെ ഇവരുടെ സെല്ല് SL അടിക്കും. SL അടിക്കുമ്പം എന്ത് ചെയ്യും? കോൾ സെല്ലേഴ്സ് എക്സിറ്റ് ആകുന്നത് എന്തിന് തുല്യമാണ്? അവിടെ ഒരു ബൈങ്ങിന് തുല്യമാണ് ഇല്ലേ? കോൾ സെല്ലേഴ്സ് കോൺട്രാക്റ്റിൽ നിന്ന് എക്സിറ്റ് ആകുമ്പം മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആകുമ്പം അവിടെ ബൈങ് പ്രഷറാണ് വരുന്നത് ഇല്ലേ? ബൈങ് പ്രഷർ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യും. അപ്പം ഇവിടെയുള്ള കോൺട്രാക്റ്റുകൾ SL അടിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ എക്സിറ്റ് ആകും തോറും പിന്നെയും ബൈങ് ഇവിടെ ഓൾറെഡി ഒരു ബൈ നടത്തി. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി ഒരു മാനിപ്പുലേഷൻ നടത്തി, അല്ലെങ്കിൽ ഇവിടെ ഒരു ബൈ നടത്തി, ബാസ്ക്കറ്റ് ഓർഡർ ഇട്ട് ബൈ നടത്തിയതിന് ശേഷം SL അടിക്കുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ ബൈ നടക്കും ഇല്ലേ? ഇത് താഴോട്ട് പോകും തോറും വീണ്ടും ബൈ നടക്കും. വീണ്ടും മാർക്കറ്റ് മേലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ അവസാന നിമിഷം മാർക്കറ്റ് പിന്നെയും ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നതിൻ്റെ രഹസ്യം ഇതാണ് സംഭവം. ഇവിടുന്ന് എക്സിറ്റ് ആകും. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് പുറകോട്ട് വരുമ്പോൾ ഇവരും പാനിക്കാവും. ഇവരും കോൾ സെല്ലേഴ്സാണ്. ഇവിടെ 12.75 റൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരും പാനിക്കാവും. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആവും. പിന്നെ മാർക്കറ്റ് മേലോട്ട്. അപ്പം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യേണ്ട. അവർ കൈയും കെട്ടി നോക്കിയിരുന്ന് വെച്ചാൽ മതി. കാരണം എന്താ? ഇവർ ഓൾറെഡി ഒരു സംഭവം ഇട്ട് കൊടുത്ത് മാർക്കറ്റ് മേലോട്ട് പോയി കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ മാലപ്പടക്കത്തിന് തിരി കൊളുത്തുന്ന പോലെ സെയിം ലൈക്ക് മാലപ്പടക്കത്തിന് അറ്റത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു തിരി അങ്ങോട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇത് പൊട്ടി. അപ്പം ഇവരെന്ത് ചെയ്യും? ഇവിടുന്ന് എക്സിറ്റ് ആകാൻ നിർബന്ധിതരാകും. ഇവിടുന്ന് എക്സിറ്റ് ആകാൻ വീണ്ടും ബൈങ് പ്രഷർ വരും. അപ്പോൾ വീണ്ടും മാർക്കറ്റ് മേലോട്ട് പോകും. അപ്പോൾ അടുത്ത സ്ട്രൈക്കിൽ കോൾ റൈറ്റ് ചെയ്ത് അവർക്ക് വീണ്ടും പാനിക്കാവും. അപ്പോൾ എന്ത് ചെയ്യും? അവരും എക്സിറ്റ് ആവും. അപ്പോൾ പിന്നെയും മാർക്കറ്റ് മേലോട്ട് പോകും. അങ്ങനെ മേലോട്ട് പോയി പൊട്ടി എന്ത് ചെയ്യും? മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. മാർക്കറ്റ് എങ്ങനെ മേലോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ഇവർ ഇറങ്ങി ഓടും. ഇവിടുന്ന് ഈ സെല്ല് ചെയ്തിരിക്കുന്നവരെല്ലാം ഇവിടുന്ന് ഇറങ്ങി ഓടും. അങ്ങനെയാണ് ഷോർട്ട് കവറി. അതിനാണ് ഷോർട്ട് കവറി. അതായത് ഇവർ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഈ കോൾ സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കവർ ചെയ്തു. അതായത് അവർ രക്ഷപ്പെട്ടു അവിടുന്ന്. കാരണം അവർക്കുള്ള പൈസയും കൊണ്ട് അവരവിടുന്ന് ഇറങ്ങിപ്പോയി, എക്സിറ്റായി. അതിനാണ് ഷോർട്ട് കവർ ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായാലും ഇപ്പോൾ പറയാം, ഇതാണ് ഷോർട്ട് കവറിങ്. അതായത് FAS ഇവിടെ ചെറിയൊരു ഒരു ബൈങ് ഇട്ട് കൊടുത്തു. അത് കൊണ്ട് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്തപ്പോൾ അടുത്ത് നിൽക്കുന്ന കോൾ സെല്ലറേഴ്സിൻ്റെ അവൻ്റെ SL അടിച്ചു. അപ്പോൾ പിന്നെ അവിടെ ബൈങ് പ്രശ്നമുണ്ടായി. പിന്നെ മാർക്കറ്റ് മേലോട്ട് പോയി. അപ്പോൾ അടുത്ത സ്ട്രൈക്ക് വന്നു. അവിടെയും പ്രശ്നമായി. അപ്പോൾ അവിടെയും ആൾക്കാർ അൺവൈൻഡ് എക്സിറ്റ് ചെയ്തപ്പോൾ പിന്നെ മാർക്കറ്റ് മേലോട്ട് പോയി. അങ്ങനെയാണ് ഈ അവസാന നിമിഷം 50, 100, 150 പോയിൻ്റൊക്കെ ഷോർട്ട് കവറിങ് വരുന്നതിൻ്റെ രഹസ്യം ഇതാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഷോർട്ട് കവറിങ്. ഇനി അൺവൈൻഡിങ് പറയാം. ഇത് നേരെ സിനാരിയോ തിരിച്ച് അൺവൈൻഡിങ് എന്ന് പറയുമ്പം ഇവിടെ ഇപ്പം നോക്കിക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ 12,925 എടുക്കാം. അപ്പോൾ നമുക്കല്ല ഇപ്പുറത്ത് വരെ നോക്കാം. അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഓപ്പൺ ഇൻട്രസ്റ്റ്. നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇവിടെ നേരെ തിരിച്ചടിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം ഈ പറയുന്ന ഇതുപോലെ തന്നെ ഇവിടെ കോൾ സെല്ലർ കുറവാണ്, ഇവിടെ പുട്ട് റൈറ്റേഴ്സ് കൂടുതലാണ്. അപ്പം നമുക്ക് നമ്മുടെ മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും? ആർക്കറിയാം? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം. അവരിങ്ങനെ ചെയ്തോളൂ. ഇവിടെ പുട്ട് റൈറ്റിങ് കൂടുതലായതുകൊണ്ട് ആൾക്കാരെല്ലാം ഇവിടെ എന്ത് ചെയ്യും? പുട്ട് റൈറ്റ് ചെയ്യും. അതുകൊണ്ട് മാർക്കറ്റ് മേലോട്ട് പോകും, ഇവിടുന്ന് മേലോട്ട് പോകും എന്നുള്ള ധാരണയാണ്. ഇത് എല്ലാം കൃത്യമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ അവർക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ 12,950 ഓക്കെ 12,950 കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ അങ്ങോട്ട് സെല്ല് ചെയ്യും. ഇവിടെ പുട്ടാണ് സെല്ല് ചെയ്ത്, ഇവിടെ കോൾ അങ്ങോട്ട് സെല്ല് ചെയ്യും. ഓക്കെ, മാർക്കറ്റിൻ്റെ താഴെ കൊണ്ടുവരണമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിക്കുക. അവർ വിചാരിച്ചാൽ എന്ത് നടക്കും? നമ്മളൊക്കെ റീറ്റെയിൽസ് പറഞ്ഞാൽ മാർക്കറ്റിൽ വെറും ചെയ്യാൻ പാറ്റുകളാണ്. ഇവിടുത്തെ മാർക്കറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം അവരിവിടെ കൊണ്ടുവന്നിട്ട് പറയാം മാർക്കറ്റിനെ എനിക്കിന്ന് പൊട്ടിക്കണം എന്ന് അവരങ്ങ് വിചാരിക്കാമെന്ന് വിചാരിച്ചു. അവർ വിചാരിക്കുകയാണെങ്കിൽ വെരി സിമ്പിളായിട്ട് അവരിവിടെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ 250 കോടിയുടെ ഒരു ഇവിടെ അങ്ങോട്ട് കോൾ അങ്ങോട്ട് സെല്ല് ചെയ്യും. 12,950 ഒരു 5-10 ലക്ഷം കോൺട്രാക്റ്റ് അങ്ങോട്ട് റൈറ്റ് ചെയ്യും. ഇവിടെ റൈറ്റ് ചെയ്യുമ്പം കോൾ അങ്ങോട്ട് റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഈ സാധനം അങ്ങോട്ട് നേരെ ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ ഈ 9 ലക്ഷം കാണുന്നത് ഒരു 15 ലക്ഷം 16 ലക്ഷം രൂപ ആകും. 16 ലക്ഷം ആകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? പൊട്ടാൻ തുടങ്ങും. പൊട്ടി താഴോട്ട് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരെഴുതിയേക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 10 രൂപയ്ക്ക് 15 രൂപയ്ക്കാർക്ക് ഇവരെടുത്തേക്കുന്നത്. ഇവരുടെ സാധനത്തിൻ്റെ വില കൂടാൻ തുടങ്ങും. അപ്പം ഇപ്പോൾ 20 രൂപയ്ക്ക് 15 രൂപയ്ക്കുള്ള സാധനം ഇവിടെ 20 രൂപയ്ക്കാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങോട്ട് ബാസ്ക്കറ്റ് ഓർഡർ അങ്ങോട്ട് കോൾ അങ്ങോട്ട് സെല്ല് ചെയ്യുമ്പം ഇവനങ്ങോട്ട് ഷൂട്ടപ്പ് ആവും, മാർക്കറ്റ് പൊട്ടി താഴെ വീഴും. അപ്പോൾ ഇവൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പുട്ടിന്ന് എക്സിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു സെല്ലിംഗ് പ്രശ്നം നടക്കുന്നില്ലേ? പുട്ട് സെല്ല് ചെയ്യുകയാണ് ഇല്ലേ? ആ സെല്ല് അവർ സെല്ല് ചെയ്യുന്നത് അവിടെ നിന്ന് അവർ എക്സിറ്റ് ആകുമ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരും. അതായത് പുട്ടിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ പുട്ട് റൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാർക്കറ്റ് മേലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ. പക്ഷേ മാർക്കറ്റ് മേലോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ല. ഇവിടെ പൊട്ടിക്കാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, ഇവിടെ ബാസ്ക്കറ്റ് ഓർഡർ സെല്ല് ചെയ്തുകൊണ്ട്
മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴുമ്പം ഇവരുടെ മേലോട്ടെന്നുള്ള ചിന്താഗതി ഇവിടെ വെച്ച് കട്ടാകും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒന്നുകിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇവരിവിടുന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ആകും. അങ്ങനെ മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വീഴും. അപ്പോൾ അടുത്ത ടീംസ് ഇവിടെ പിന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ സ്ട്രൈക്കിനും പിന്നെയും പ്രീമിയം കൂടുമ്പോൾ ഇവർ ഇവിടുന്ന് എക്സിറ്റ് ആകും, പിന്നെ മാർക്കറ്റ് താഴോട്ട് വരും. അപ്പോൾ അടുത്ത ടീംസുകൾ ഇവിടെയൊക്കെ ഹ്യൂജ് സാധനമാണ്. ഇവിടെങ്ങാനും വന്ന് കിട്ടിയാൽ, ഇപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന 12,950 നിന്ന് 12,900 വന്നു കഴിഞ്ഞാൽ ഇവർ ഈ 10 രൂപയ്ക്ക് എടുത്തേക്കുന്ന പ്രീമിയം ചിലപ്പോൾ 20 രൂപ 22 രൂപയൊക്കെ ആവും. അപ്പം ഇവർക്ക് ഹ്യൂജ് ലോസ് വരും, ഡബിൾ നഷ്ടത്തിൻ്റെ അതിൻ്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇവരിതെല്ലാം എക്സിറ്റ് ആകും. അതിനാണ് അൺവൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് പുട്ട് സൈഡിൽ നിന്ന് എക്സിറ്റ് ആകുന്ന പ്രക്രിയയ്ക്കാണ് ലോങ് അൺവൈൻഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? ഇവിടെ നമ്മൾ പറഞ്ഞത് ഷോർട്ട് കവറിങ്. ഇവിടെ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അവർ കവർ ചെയ്ത് എക്സിറ്റ് ആയി പോകുന്നതിനാണ് ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. അങ്ങനെ മാർക്കറ്റ് മേലോട്ട് കയറി പോകും. ഇവിടെ സംഭവിക്കുന്നത് ലോങ് അൺവൈൻഡിങ്. ഇത് മാർക്കറ്റ് മേലോട്ട് പോകും എന്നുള്ള ധാരണയിലാണ് ഇവരെല്ലാം എഴുതി ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, പുട്ട് റൈറ്റ് വെച്ചേക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കോൺട്രാക്റ്റ് സെല്ല് ചെയ്ത് വളരെ ഹ്യൂജ് സെല്ലിങ് നടന്നപ്പോൾ മാർക്കറ്റ് വീണ്ടും പൊട്ടി താഴോട്ട് വരുമ്പോൾ പിന്നെയും ഇവിടെ എടുത്തവർക്ക് ഇവരുടെ പ്രീമിയം പിന്നെയും കൂടും. അപ്പം സെല്ലേഴ്സിൻ്റെ പ്രീമിയം കുറയുകയല്ല ചെയ്യേണ്ടത്, മെൽറ്റായി പോവുക വേണ്ട. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇവിടെ മാർക്കറ്റിൽ ഇവിടെ പ്രീമിയം കൂടി വരും. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആകാൻ നിർബന്ധിതമാകും. അതായത് ഇവർ അൺവൈൻഡ് ചെയ്യും. ഇവിടെ അൺവൈൻഡ് ചെയ്യുമ്പോൾ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരും. അപ്പോൾ പിന്നെ അടുത്ത സ്ട്രൈക്കിൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളവർ പാനിക്കാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരും വീണ്ടും ഇവിടെ അൺവൈൻഡ് ചെയ്യും. അതായത് ഇവിടുന്ന് എക്സിറ്റ് ആവും. അതായത് അൺവൈൻഡ് ചെയ്യും, ഇവിടെ കോൺട്രാക്ട് ഇവിടുന്ന് എക്സിറ്റ് ആവും. അങ്ങനെ മാർക്കറ്റ് പിന്നെയും പൊട്ടി താഴോട്ട് വരും. അതാണ് ലോങ് അൺവൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഷോർട്ട് കവറിങ്ങും ലോങ് അൺവൈൻഡിങ്ങും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് എങ്ങനെയാണെന്നും ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നും നോക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കത് വീണ്ടും ഒന്നുകൂടെ ഒരു വീഡിയോയുടെ ചെയ്തിട്ടത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. വീഡിയോ ഇച്ചിരി നീണ്ടു പോകുന്നൊരു സംശയമുണ്ട്. പക്ഷേങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നീണ്ടുപോയാൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ 7ാമത്തെ സീരീസാണ്. ഇത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിതൊരു വർത്താ. ഓക്കെ, നിങ്ങളിത് 1 മുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വർത്താ. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെത്താനൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും. ആരുടെ സഹായമില്ല. നമ്മൾ മാക്സിമം ഡിപ്പെൻഡൻസി കുറയ്ക്കുക. വേറൊരാളുടെ സഹായമില്ലാതെ തന്നെത്താൻ മാർക്കറ്റിൽ ട്രേഡ് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാൻ നമ്മൾ എന്ന് ഏബിൾ ആകുന്നു അന്ന് നമ്മൾ മാർക്കറ്റ് വിജയിച്ചു. അതിന് നമ്മൾ സമയം വേണം, പഠനം വേണം, നിരീക്ഷണം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിലേ നമുക്കിത് നിന്നൊക്കെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പ്രൈസ് ആക്ഷൻ്റെ ആ സീരീസ് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല രീതിക്ക് ആശംസിക്കുന്നു. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.